ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ഗാർഡൻ എങ്ങനെ അലങ്കരിക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ചില പാഴ്വസ്തുക്കൾ നമുക്ക് ഗാർഡനിൽ നല്ല ഭംഗിയിൽ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതിൽ പ്രധാനമായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് PVC പൈപ്പിൽ നട്ടുകൊടുത്ത ഈ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് കാക്കപ്പൂ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നാട്ടിൻപുറത്തേക്ക് ഒരുപാട് കാണുന്ന ഒരു പ്ലാന്റാണ്. ഇത് മണ്ണിൽ ഒരു ചെറിയ കുഴിയുണ്ടാക്കി അതിൽ PVC പൈപ്പ് ഉറപ്പിച്ച ശേഷം മണ്ണും വളവും ഫില്ല് ചെയ്ത് ചെടി നട്ടുകൊടുത്താണ് ഞാനിങ്ങനെ ആക്കിയെടുത്തത്. അതുപോലെ PVC പൈപ്പിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ പെയിൻറ്റാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നിറയെ പൂക്കളായിട്ട് ബുഷിയായി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ PVC പൈപ്പിൽ അതൊരു നാച്ചുറൽ ഫ്ലവർ വേസ് പോലെ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയും. അതുകൂടാതെ ലൻഡാനയുടെ ഒരു ചെറിയ തൈയും കൂടി ഞാൻ ഇതിനിടയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കളർ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ മിക്സായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ട്. കാക്കപ്പൂവ് സാധാരണ വിവിധ കളറുകളിൽ കാണാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 വെറൈറ്റിയാണ്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 കളർ ഇതിലുണ്ട്. അതുപോലെ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. വിത്തിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വിത്തുകൾ മൺതരികൾ പോലെയാണ് ഇരിക്കുന്നത്. യാതൊരു കെയറും കൊടുക്കാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. പ്ലാന്റ് നടുമ്പോൾ തന്നെ നന്നായിട്ട് വളം ചേർത്ത് നട്ടു കൊടുക്കുക. അടുത്തതായി ലൻഡാന പ്ലാന്റ് ആണ് നമ്മുടെ PVC പൈപ്പിൽ നട്ടുകൊടുത്ത മെത്തേഡ് കാണിക്കാൻ പോകുന്നത്. ഇത് സെയിം മെത്തേഡിൽ തന്നെയാണ് മണ്ണിൽ ഉറപ്പിച്ച ശേഷം മണ്ണും വളവും ചേർത്താണ് പ്ലാന്റ് നട്ടുകൊടുത്തത്. ഈ പ്ലാന്റ് ഇപ്പോൾ ഒത്തിരി നാളുകൾക്ക് മുന്നേ നട്ടതാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ തണ്ടുകൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ബുഷിയായി നിൽക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് നിർത്തി കൊടുക്കും. അതുകൊണ്ടാണ് ഇത് ബുഷിയായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പടർന്ന് പന്തലിച്ച് അതിൻ്റെ ഭംഗി തന്നെ ഇല്ലാതായി പോവും. അപ്പോൾ കൃത്യമായിട്ട് അത് ബുഷിയായിട്ട് നിൽക്കാനായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അടുത്തതായി PVC പൈപ്പിൽ നട്ടുകൊടുത്ത 10 മണി ചെടിയാണ്. അതിലും സെയിം മെത്തേഡിൽ മണ്ണും വളവും നിറച്ച് നട്ടുകൊടുത്തതാണ്. നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ NPK ആണ് ഉപയോഗിച്ചത്. കാരണം ഇതിൽ ഒരു ടൈം കഴിയുമ്പോൾ പൂക്കൾ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് NPK ഇട്ട് കൊടുക്കുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപേ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് പോയി കാണുക. ഇത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പൂക്കളാണ്. ഇതിപ്പോൾ തീരെ പൂക്കൾ കുറവാണ്. ആദ്യം കാണിച്ച വീഡിയോയിൽ ഞാൻ ഫെർട്ടിലൈസർ യൂസ് ചെയ്തതിന് ശേഷം പൂക്കളുണ്ടായതാണ്. അടുത്തതായി പഴയ ഒരു സൈക്കിളിൽ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. പുറകിലായിട്ട് ഒരു പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിൽ നട്ട പ്ലാന്റാണ് അതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബുഷിയായി വളരുന്ന ചെടികളാണ് ഈ ഒരു സെറ്റിങ്ങിന് നല്ല ഭംഗിയായി തോന്നുന്നത്. ഫ്ലവറിങ് പ്ലാന്റുകളായ 10 മണിച്ചെടി ലൻഡാനയൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും. വൈറ്റ് കളർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ കളർഫുള്ളായിട്ടുള്ള ചെടികൾ വെച്ച് കൊടുത്താൽ കൂടുതൽ അട്രാക്റ്റീവായി നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയിലാണ് ഇത് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾ നല്ല ബുഷിയായിട്ടാണ് വളരുന്നത്. അതുപോലെ ഇതിൻ്റെ ലീഫുകൾ വെച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേര് ബിഗോണിയ എന്നാണ്. ഇതുപോലെയൊക്കെ ചില പാഴ്വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഗാർഡൻ നന്നായിട്ട് അലങ്കരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്